അസ്സാം വലൈക്കും വറഹമത്തുള്ള. റെഡ് ഇസ്ലാം ഗസ്റ്റ് റൂമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ഉള്ളത് ഈ എഴുത്തുകാരനായിട്ടുള്ള ഫൈസൽ മലയാളിയാണ്. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഇത്തരത്തിൽ എഴുതാറുണ്ട്. കഥകളും അതേപോലെ തന്നെ ചെറിയ കുറിപ്പുകളും ചെറിയ വാക്കുകളൊക്കെ ആയിട്ട് പല എഴുത്തുകളും അദ്ദേഹം എഴുതാറുണ്ട്. അദ്ദേഹം ഈ അടുത്താണ് തൻ്റെ ആദ്യത്തെ നോവൽ പുറത്തിറക്കിയത്, മൈൽസ് എന്ന പേരുള്ള നോവൽ. അപ്പോൾ അത് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ്, എന്താണ് മൈൽസിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേഷനുകൾ? മൈൽസ് കോഴിക്കോട് മാൻകൈൻഡ് ലിറ്ററേച്ചറാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രകാശനത്തിന് ശേഷം ഒരു 1-1.5 ആഴ്ചക്കുള്ളിൽ തന്നെ 1-ാം പതിപ്പ് തീർന്നു. അൽഹംദുലില്ലാ 2-ാം പതിപ്പിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫൈസൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ശ്രോതാക്കളിൽ അധികം ആളുകൾക്കും അറിയണ്ടാവും. അപ്പോൾ ഫൈസലിൻ്റെ എഴുത്തിൻ്റെ രീതി തന്നെ നമുക്ക് തോന്നുന്നത് ഇൻ്റർവ്യൂ നമുക്ക് അതിലൂടെ തുടങ്ങാമെന്നുള്ളതാണ്. ഫൈസലിൻ്റെ ഒരു ജേണി, അതേപോലെ തന്നെ വായന, എഴുത്ത് ജീവിതത്തിൻ്റെ തുടക്കം, നോവലിലേക്ക് എത്തിയത്, ഇതൊക്കെ ശ്രോതാക്കൾക്ക് അറിയേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം സൂചിപ്പിക്കാം. അപ്പോൾ നോവൽ ഇറങ്ങിയൊരു പശ്ചാത്തലത്തിലാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ 2ാമത്തെ എഡിഷനിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ നോവലിൻ്റെ ഒരു എഴുത്തിലേക്ക്, ഫൈസലിൻ്റെ എഴുത്തിൻ്റെ രീതിയൊക്കെ പല ആളുകൾക്ക് അറിയണ്ടാവും. നോവലിൻ്റെ ഒരു എഴുത്തിലേക്ക് സ്പെഷ്യലി കിടക്കുകയാണെങ്കിൽ നോവലിൻ്റെ പ്രത്യേകത, ഞാനത് വായിച്ചു, അതിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് ഞാൻ ഇന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രത്യേകത, ഇപ്പോൾ ഞാൻ പ്രകാശനത്തിന് വന്നിരുന്നു. പ്രകാശനത്തിന് വന്നപ്പോൾ അവിടെ പുസ്തകം വായിച്ചവരും പുസ്തകത്തിനെ വായിച്ച് തുടങ്ങി വെച്ചവരും പുസ്തകത്തിനെ പറ്റി കേട്ടവരും ഒക്കെ, അതിൻ്റെ അവതാരിക, അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ വായിച്ചവരും, പ്രകാശനാണല്ലോ. അപ്പം അങ്ങനത്തെ പല ആളുകളും അതിനെപ്പറ്റി എടുത്ത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. പക്ഷെ അവർ പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ നായക കഥാപാത്രത്തിൻ്റെ പേരാണ്. ഹിറ്റ്ലർ എന്നുള്ള പേരാണ്. ഹിറ്റ്ലർ എന്നുള്ള പേര് എല്ലാവർക്കും ഫെമിലിയർ ആവും. പക്ഷെ അതൊരു പോസിറ്റീവ് രീതിയിലായിരിക്കില്ല ഫെമിലിയർ ആയിട്ടുണ്ടാവുക. ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചരിത്ര കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തെ വളരെ പോസിറ്റീവായിട്ട് ഒരു നായക കഥാപാത്രമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഹിറ്റ്ലർ എന്നൊരു പേരാണ് നമ്മൾ കൊടുത്തതിലുള്ളൊരു കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ അങ്ങനെ കൊടുത്തതൊന്നും അല്ല. തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വ്യത്യസ്തത എന്നുള്ളത് തന്നെയാണ് ഹിറ്റ്ലർ എന്നുള്ള പേര്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നോവലിൽ പറയുന്നത് പോലെ തന്നെ അത് ഒരു രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ ബോബി അച്ഛൻ ഈ അപ്പൂപ്പന് ഹിറ്റ്ലർ എന്ന് പേരിട്ടത് എന്നൊരു ചോദ്യം ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നത്, ജർമ്മനിയിലുള്ള ഹിറ്റ്ലറിനെ ബോബി അച്ഛൻ ഇഷ്ടമല്ല, ഭയങ്കര വെറുപ്പാണ്, ദേഷ്യമുണ്ട്. അപ്പോൾ ബോബി അച്ഛൻ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊരു ഇന്ത്യൻ ഹിറ്റ്ലറെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു. വളരെ ലളിതമായിട്ടൊരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് വരുന്നത് പോലെ അത്ര ലളിതമാണ്. നമ്മളങ്ങനെ ഇപ്പോൾ ഹിറ്റ്ലർ എന്നുള്ളൊരു വാക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊരു കുടുംബപ്പേരാണ്. അത് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് നമുക്ക് പരിചയമുള്ള ഹിറ്റ്ലറിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. അഡോൾഫാണ് പേര്. അതെ, കുടുംബപ്പേരാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അലോയിസ് ഹിറ്റ്ലർ എന്നാണ്. അപ്പോൾ ആ ഹിറ്റ്ലർ എന്നുള്ള വേർഡ് നമ്മൾ എടുക്കുമ്പോൾ ആ കുടുംബപ്പേരിൻ്റെ ഒരു വരുന്ന ഒരു വഴി നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 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 ഏതോ ഒരു സ്ത്രീ, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു സ്ത്രീ പേരുമായി, അങ്ങനെ എന്തോ ഒരു പേരുമായി ബന്ധപ്പെട്ട് അതൊരു ദയുള്ള, കരുണയുള്ള, അങ്ങനെ എന്തോ ഒരു അർത്ഥമാണ് അതിന് ഉള്ളത്. അതിൽ നിന്നാണ് അതിൻ്റെ ഒരു ഉൽപ്പത്തി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ജനറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ പേര് തീരെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അതിനൊന്ന് റീഫ്രെയിം ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ അങ്ങനെ ആണല്ലോ. അതായത് ഹിറ്റ്ലർ എന്നുള്ള പേരും ആ ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ഒരു ഇരുണ്ട കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ആ രീതി തന്നെയാണ് പറയുന്നത്. ഹിറ്റ്ലർ എന്ന വ്യക്തിയെ, നമുക്ക് പരിചയമുള്ള ഹിറ്റ്ലർ എന്ന വ്യക്തിയെ ഒന്ന് ഇതിലൂടെ വെള്ളപൂശാനോ അല്ലെങ്കിൽ മാറ്റി മറിക്കാനോ ഒന്നുമല്ല നമ്മുടെ ഉദ്ദേശം. ആ ഒരു പേര് മാത്രമേ നമ്മൾ കടമായിട്ട് എടുത്തിട്ടുള്ളൂ. കഥയും പശ്ചാത്തലങ്ങളും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. ആ ഹിറ്റ്ലറുമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ഒരു വിമർശന സാധ്യത കൂടെ ശരിക്കും, കാരണം ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള, നെഗറ്റീവായിട്ട് തന്നെ മനസ്സിലാക്കണ്ട, പോസിറ്റീവായിട്ട് ഒരിക്കലും മനസ്സിലാക്കുന്ന ഒരാളല്ല അഡോൾഫ് ഹിറ്റ്ലറിനൊക്കെ പറ്റി ഭയങ്കര കാൽപ്പനികമായിട്ടുള്ള വസ്തുതകളായിരിക്കാം. പക്ഷെ വസ്തുതകൾ ഒരിക്കലും അദ്ദേഹത്തിനെ പോസിറ്റീവായിട്ട് റീഡ് ചെയ്യാൻ നമ്മളെ ലീഡ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും അദ്ദേഹം ഇനി എന്തൊക്കെ നന്മകൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നന്മകളൊക്കെ ഒരു പക്ഷെ നന്മകളായിരിക്കാം.
പക്ഷെ അതൊന്നും ആ വ്യക്തി ചെയ്ത വലിയ ക്രൂരകൃത്യങ്ങൾക്ക് ഒരിക്കലും ന്യായീകരണമായിട്ട് മാറുകയില്ല. അപ്പൊ അത്തരത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡിൽ വായിക്കപ്പെടുന്ന ഒരാളെ ഒരു പോസിറ്റീവ് ആക്കാനുള്ള ഒരു അജണ്ടയാണോ എന്നൊക്കെ ഒരു വിമർശന സാധ്യതയുണ്ട്. പക്ഷെ അത്തരത്തിലല്ല ഉദ്ദേശം. ഇല്ല ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കില്ല. നമ്മളൊരു പേരെടുത്തു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പല ആളുകളും പുതിയ പുതിയ നോവലുകളും കഥകളും ഒക്കെ എഴുതുന്ന സമയത്ത് ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ആലോചിക്കാറുള്ളത്. അങ്ങനെയാണ് കൺസീവ് ചെയ്തുകൊണ്ട് പുതിയ രീതിയിലുള്ള നോവലുകളും കഥകളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യസ്തമായിട്ട് തുടക്കത്തിൽ തോന്നി ചെറിയ രീതിയിലൊരു തോട്ടിൽ ചിന്തയിൽ നിന്ന് വന്നിട്ട് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഈ പേര് പിന്നീട് ഞാൻ റിസർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത്, ഹിറ്റ്ലർ എന്നുള്ള പേര് വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് അഡോൾഫ് ഹിറ്റ്ലറോടുള്ള ആരാധനയും സ്നേഹം കാരണം മക്കൾക്ക് അങ്ങനെ പേര് കൊടുത്തിട്ടുള്ള ആളുകൾ ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ട് എന്ന് ഇങ്ങനെ വായിച്ചറിയാനായിട്ട് സാധിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നുമല്ല ലക്ഷ്യം, നമ്മൾ ആ ഒരു പേരെടുക്കുന്നു. അത് അപകടകരമായ പ്രവണതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അതിൽ തന്നെ തുടക്കത്തിൽ ഹിറ്റ്ലറിന്റെ ക്രൂര പ്രവർത്തനങ്ങൾ കൊണ്ടും അതേപോലത്തെ മനുഷ്യരുടെ ക്രൂര പ്രവർത്തനങ്ങൾ കൊണ്ടും മരണപ്പെട്ട ആളുകളോട് അനുശോചനം കൂടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നിലപാട് വ്യക്തമാണ്. അതേപോലെ തന്നെ ശരിക്ക് അതിൽ നോവലിൽ കൊടുത്ത ഒരുപാട് പേരുകൾ ഭയങ്കര വ്യത്യസ്തതകളാണ്. നമ്മളിങ്ങനെ തുടങ്ങുമ്പോൾ അവതാരിക എഴുതിയിട്ടുള്ളത് ബോബി ജോസ് കട്ടിക്കാടച്ചനാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അവതാരിക അമ്മുക്ക് വായിച്ചിട്ട് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കയറി ചെല്ലുന്നത് കഥയുടെ പ്ലോട്ടിലേക്കാണല്ലോ. ആ പ്ലോട്ടിൽ ഫസ്റ്റ് പറയുന്നത് ബോബി അച്ഛനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പേരിനൊരു സാമ്യത. അതേപോലെ തന്നെ ശേഷം ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ പലതരം പേരുകൾ നമ്മളെ നാട്ടിൽ കാണുന്നൊരു ആളുകളുടെ തരം പേരുകളുണ്ട്. പിന്നെ ഇവിടെ ഒന്നും കേൾക്കാത്ത ഒരു കുതിരവണ്ടിക്കാരന് കൊടുത്തൊരു പേര് മെഴ്സിഡസ് ബെൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭയങ്കര വെറൈറ്റി പേര്. അതേപോലെ ആ ഒരു റിസോർട്ടുള്ള ഒരാൾക്ക് കൊടുത്തൊരു പേരും അതേപോലെ വ്യത്യസ്തമായിരുന്നു. അപ്പൊ അത്തരത്തിലൊരു പേരുകളുടെ ഒരു കളി അതിൽ കിടക്കുന്നുണ്ട്. എന്താണ് ഈ പേരുകളുടെ ഒരു സ്വീകാര്യ രീതി എങ്ങനെയാണ്? പേരുകൾ നമ്മൾ എടുക്കുന്നത്, ഞാൻ കൂടുതലായിട്ടും ഇതുപോലെ ചെറുകഥകൾ മുമ്പ് എഴുതിയിട്ടുള്ളതും അതുപോലെ നോവൽ എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ പേരുകൾക്ക് വേണ്ടി ഒരുപാട് സമയം അത് കിട്ടാൻ വേണ്ടിയിട്ട് ചിലവഴിക്കാറുണ്ട്. അത് നമ്മൾ ഒരു തൃപ്തിയിലേക്ക് എത്തുന്നതിന് കുറച്ച് സമയം എടുക്കും. നമുക്ക് ആ ഒരു പ്ലോട്ടിൽ നിന്ന് നമ്മൾ കഥ ഇങ്ങനെ വികസിച്ച് വന്ന് അത് ഇങ്ങനെ സഞ്ചരിച്ചിങ്ങനെ പോകുമ്പോൾ ഈ പേരുകൾക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് കേട്ടുപരിചയമില്ലാത്ത പേരുകൾ നമുക്ക് കേട്ടുപരിചയമുള്ള സാഹചര്യങ്ങളിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യസ്തത ഉണ്ടല്ലോ. അതായത് നമ്മുടെ നാടൻ ചുറ്റുപാടിൽ നമുക്ക് കേട്ടുപരിചയമില്ലാത്ത പേരുകൾ നമ്മൾ വെക്കുമ്പോൾ അതൊരു വല്ലാത്ത വ്യത്യസ്തത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് പേരുകളിലെ വ്യത്യസ്തത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ കൊടുത്തതുപോലെ തന്നെ അവതാരിക എഴുതിയിട്ടുള്ളത് ബോബി അച്ഛനാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു കഥാപാത്രത്തിന് ബോബി അച്ഛൻ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ഫാദർ എന്നുള്ള നിലയിൽ ഏകദേശം നമുക്ക് സിമിലർ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ രീതി. ഓക്കെ, അത് ഈ മനുഷ്യരുടെ പേരുകൾക്കപ്പുറം സ്ഥലങ്ങളുടെ പേരുകളും അതേ തരത്തിൽ കുറച്ചൊരു വ്യത്യസ്തതകളാണ്. അപ്പം ഞാൻ ചിലതൊക്കെ എവിടെയൊക്കെ എന്തോ ഒരു കേട്ടൊരു പരിചയം ഉണ്ടെങ്കിലും എന്നാൽ അങ്ങനെ ഒരു ശരിക്കും സ്ഥലങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലല്ലോ അല്ലേ? അതിൽ ഉപയോഗിച്ച സ്ഥലങ്ങളൊന്നും ശരിക്കുള്ള സ്ഥലങ്ങളല്ലല്ലോ. ഓക്കെ, അതിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പേരിലും അതേപോലെ തന്നെ സ്ഥലങ്ങളുടെ എന്താ പറയുക അവതരണത്തിലൊക്കെ ഭയങ്കരമായിട്ടൊരു വ്യത്യസ്തത. അപ്പോൾ ഹൈദർമേഡാണ് ഒരു സ്ഥലം. പിന്നെ ഉമ്മീദാബാദ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ നഗരം. അതേപോലെ തന്നെ ഡാഞ്ചി തെരുവ്, പിന്നെ അത്തരത്തിലുള്ള പല സിലസ്കോ, അങ്ങനെ പല പേരുകളിലുള്ള സ്ഥലങ്ങളും. ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ നമ്മൾ പലപ്പോഴും പല ആളുകളും നമ്മളുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുള്ള പേരുകൾ എടുക്കലാണ് പതിവ്. പക്ഷെ ഇത് കുറച്ചും കൂടെ വ്യത്യസ്തതയിലുണ്ട് എന്നുള്ളതാണ്. സ്ഥലങ്ങളുടെ പേരുകൾ ഇത്തരത്തിൽ തന്നെയാണോ സ്വീകരിച്ചത്? അത് സ്ഥലങ്ങളുടെ പേരുകൾ നമ്മൾ ഇപ്പോൾ നോവൽ തുടങ്ങുന്നത് കേരമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് തുടങ്ങുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കേരളം എന്നൊക്കെ ചേർത്ത് വായിക്കാവുന്നതാണ്. പിന്നീട് അത് യാത്ര ചെയ്ത് പോകുമ്പോൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആ സ്ഥലത്തിൻ്റെ പേരും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ചുറ്റുപാടുമൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. അത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും
നമുക്ക് അറിവുള്ളതും നമ്മൾ വായിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു യൂറോപ്യൻ മാതൃകയിലുള്ള അല്ലെങ്കിൽ ഒരു റഷ്യൻ മാതൃകയിലുള്ള ഒരുപാട് തണുപ്പുള്ള ഒരു നഗരം എന്നൊക്കെ നമ്മളിപ്പോൾ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമൊക്കെയുണ്ട്. ദസ്തവേസ്കിയെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ പെരുമ്പടം ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിലൊക്കെ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗാണ് പറയുന്നത്, റഷ്യയിലെ. അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അതുപോലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചും കണ്ടും കേട്ടൊക്കെയുള്ള അറിവുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു നാടൻ പശ്ചാത്തലത്തിൽ തുടങ്ങുന്നൊരു കഥ ഒരു കഥയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു നോവലാകുമ്പോൾ നമുക്കതിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് നമ്മൾ നേരിട്ട് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നാടൻ പശ്ചാത്തലത്തിലുള്ള നമ്മുടെ ഇവിടെയുള്ള ഈ കോഴിക്കോട് പോലെ അല്ലെങ്കിൽ എറണാകുളം പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു നാട്ടിൻ പ്രദേശം എടുക്കുക, അവിടുന്ന് നമ്മൾ ഈ വളരെ തണുപ്പുള്ള ഒരു യൂറോപ്യൻ മാതൃകയിലുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അതും വളരെ ദൂരമാണ്. ഈ നോവലിൽ യാത്ര വളരെ ചെറുതാണ്, ശരിക്കും നമുക്ക് ഒരുപാട് സഞ്ചരിച്ചാൽ. പക്ഷെ നോവലിൽ നമുക്ക് അതിനുള്ള സാധ്യതയുണ്ട്. അത് തമ്മിലുള്ള ഒരു കണക്ഷൻ കൃത്യമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഈ വായനക്കാർ വായിക്കുന്ന സമയത്ത് ഈ നാടൻ ചുറ്റുപാടിൽ നിന്ന് കുറച്ചൊരു മാറിയിട്ടുള്ള ചുറ്റുപാടിലേക്ക് പോകുമ്പോൾ അത് തമ്മിലുള്ളൊരു ബന്ധമുണ്ടല്ലോ, ഒരു കണക്ഷൻ, അത് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല. അപ്പോൾ അത് നമ്മൾക്ക് വായിച്ചിട്ട് കുറച്ച് ആളുകളൊക്കെ അത് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കുഴപ്പമില്ലാത്ത വിജയിക്കാൻ സാധ്യതയുള്ള ടെംപ്ലേറ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. വ്യത്യസ്തമായ അവതരണമാണ്. ഇപ്പോൾ ഈ സ്ഥലങ്ങളുടെ പ്ലേസ്മെന്റിൽ നമ്മൾ പലപ്പോഴും പല കഥകളിലും നോവലുകളിലൊക്കെ സ്ഥലങ്ങൾ കുറേയൊക്കെ ഒരേപോലെ, പക്ഷെ സ്ഥലങ്ങളിലുള്ള സാഹചര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഇത് സ്ഥലങ്ങളെ വ്യത്യാസമാണ്. അഥവാ ആ പ്ലോട്ടിന്റെ ഓരോ ഡിസ്ക്രിപ്ഷനും അതിൻ്റെതായ ഒരു പശ്ചാത്തലം പറയാനുണ്ട്. അത് ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നി. അതായത് ഇപ്പോൾ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത, അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുടെ വ്യത്യസ്തത, ഇതിനൊപ്പം ആ പ്രദേശത്തിനും കൂടെ വ്യത്യസ്തത ഉണ്ടാകുമ്പോൾ ഒരു ഡൈനാമിസിറ്റി, ഒരു ചലനാത്മകത മൊത്തത്തിൽ കഥക്കുണ്ട്, നോവലിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡാഞ്ചിത്തെരു എന്ന് പറയുന്ന നഗരമാണ്. അതിൻ്റെ ഒരു കളർഫുൾ, അതേപോലെ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്ന രൂപം, അതേപോലെ അവിടെ പറഞ്ഞ ഒരുപാട് വേറെ കാര്യങ്ങൾ. ഇത്തരത്തിൽ ഓരോ ആളുകളുടെയും പെർസ്പെക്റ്റീവ് അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളുടെ രൂപങ്ങൾ മാറും. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളെല്ലാം ഒരൊറ്റൊരു പ്ലോട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വ്യത്യസ്തമായിട്ട് തന്നെ തോന്നി. ഇത് ആക്ച്വലി സ്ഥലങ്ങളുടെ ഈ ഒരു ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിനായിട്ടുള്ള റിസർച്ചുകൾ വേണമല്ലോ. ചിലപ്പോൾ ഒരു നോവലിൽ ഒറ്റ സ്ഥലത്തെ കേന്ദ്രീകരിച്ചായിരിക്കും പലപ്പോഴും ആ സ്ഥലത്തിൻ്റെ സ്പെസിഫിസിറ്റി അത് മൈന്യൂട്ടായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും പല നോവലുകൾ എഴുതും. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളും ഇത്ര മൈന്യൂട്ടായിട്ട് വിശദീകരിക്കാൻ അല്ലെങ്കിൽ അത് ഇമാജിൻ ചെയ്ത് കൊണ്ടുവരാൻ അതിന് പ്രചോദനമായത് എന്താണ്, അല്ലെങ്കിൽ റെഫറൻസുകളായത് എന്തൊക്കെയാണ്? അത് ഒന്ന് വായന തന്നെയാണ്. നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോഴാണല്ലോ നമുക്ക് എഴുതാനൊരു ഇത് കിട്ടുക. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ട്രാവൽ വ്ളോഗ്സുകളും അതുപോലെ നമ്മുടെ സഞ്ചാരം പോലെയുള്ളതിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളും ഇതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളതൊക്കെ മൈൻഡിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുസ്തകത്തിൻ്റെ പേര് തന്നെ മൈൽസ് എന്നാണ്. അപ്പോൾ യാത്രയാണ്. അപ്പോൾ യാത്രയാകുമ്പം തന്നെ വ്യത്യസ്തകൾ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. നമ്മൾ മൈൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള ഒരു യാത്രയെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു നോവൽ എഴുതാം. പക്ഷെ ആ യാത്രയിൽ നമുക്ക് വേറെ കുറേ എലമെൻറ്റ്സ് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ആ യാത്ര എന്നുള്ള നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സംഗതി അപ്പോൾ അവിടെ വലിയ രീതിയിൽ ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചുറ്റുപാടും നാടും സാഹചര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ചിന്തിച്ചിരുന്നില്ല, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ വേണമെന്ന്. ചെറിയൊരു പ്ലോട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ വായിക്കാനിരിക്കുകയും കുറേ ആലോചിക്കുകയും ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യുകയും അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആക്ച്വലി. അതെ. പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ചിലത് എഴുതി കഴിയുമ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. അങ്ങോട്ട് എഴുതി വന്നു എന്നുള്ളതാണ്. അതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ സ്ഥലങ്ങളും പേരുകളൊക്കെ പറയുമ്പോൾ തന്നെ ഇത് അവതരിപ്പിച്ച രീതി അതിനും ഭയങ്കരമായ വ്യത്യസ്തത ഉണ്ട്. അപ്പോൾ നറേറ്റ് ചെയ്യുന്ന രീതിക്ക് ഇപ്പോൾ തോന്നിയത്, ഇപ്പോൾ ചില നോവലുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും ചില നോവലുകളുടെ ഉള്ളിലേക്ക് നമ്മൾ ഇപ്പോൾ
ചില ഭയങ്കര ത്രില്ലർ നോവലുകളൊക്കെ, സുന്ദരികളും സുന്ദരന്മാരൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ത്രില്ല് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പുറത്തുനിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കും. പക്ഷേ ഇത് മൈൽസ് ഒരിക്കലും അങ്ങനെയല്ല. അത് ചില നോവലുകളുടെ പ്രത്യേകതയാണ്. പക്ഷെ മൈൽസിൻ്റെ പ്രത്യേകത എന്നാൽ ഫൈസൽ നമ്മളോട് കഥ പറഞ്ഞു തരികയാണ്. അപ്പം അതിനൊരു ഭംഗിയുണ്ടല്ലോ. ഇപ്പോൾ ചില മുത്തശ്ശികളൊക്കെ നമുക്ക് കഥ പറഞ്ഞു തരുന്നത് കേൾക്കാനൊരു ഭംഗിയുണ്ട്. നമുക്കറിയാതെ കഥയാണ്, നമ്മൾ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമ്മേഴ്സ്ഡ് ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടൈപ്പാണ് എനിക്ക് മൈൽസിൽ ഫീൽ ചെയ്തത്. ഇപ്പോൾ കഥ പറഞ്ഞു തരുന്ന പോലെ. അപ്പം അതിന് സഹായകരമായ കുറേ എലമെൻറ്റ്സ് പറയുമ്പോൾ, ഇപ്പോൾ നോവൽ ഇങ്ങനെ പോകുന്നതിനിടയിൽ നോവലിൻ്റെ പറച്ചിലിൽ നിന്ന് മാറിയിട്ട് ഗ്രന്ഥകർത്താവ് അഥവാ ഫൈസൽ നമ്മളോട് സംസാരിക്കും. ആ പറച്ചിലിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കഥാപാത്രം, ഇപ്പോൾ ഹിറ്റ്ലർ നമ്മളോട് സംസാരിക്കും. ഹിറ്റ്ലറും ഗ്രന്ഥകർത്താവും നമ്മളുടെ സംസാരം നമ്മൾ വായിക്കും. അപ്പം ഇങ്ങനെ ഒരു പറച്ചിൽ രീതിക്കൊരു വ്യത്യാസമുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിലപ്പോൾ ചില ആളുകളുടെ വായന രീതി ചിലപ്പോൾ പല വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ ഒരു നറേഷൻ സ്റ്റൈൽ അത് എവിടെ നിന്ന് പ്രചോദിക്കപ്പെട്ടിട്ട് സ്വീകരിച്ചതാണ്? അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യത്യസ്തത എന്നുള്ളതാണ്. നമ്മളത് പരീക്ഷണമായിട്ട് ചെയ്യുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ആളുകളത് അവർക്ക് വർക്കായിട്ടുണ്ട്. 1-2 ആളുകൾ അതൊരു നെഗറ്റീവായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും അത് പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സാധാരണ കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ഈ കാണുന്ന ഒരു ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു പുസ്തകം എടുക്കുക, അല്ലെങ്കിൽ ഏത് ഒരു നോവൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സാമ്യതകളുണ്ട് പരസ്പരം ഈ നോവലുകൾ തമ്മിൽ. കഥ പറയുന്ന രീതിയാണ് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു പുസ്തകമായിട്ട് വരുമ്പോൾ അതിൽ നമ്മളുടേതെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരീക്ഷണമായിട്ട് ചെയ്തതാണ്. പ്രചോദനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതായത് ബഷീർ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചില കഥകളിലൊക്കെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ കഥാകാരൻ എന്നൊക്കെ ഉള്ളൊരു കടന്നുകയറ്റം എന്നൊന്നും പറഞ്ഞാൽ പോലെ അദ്ദേഹം അങ്ങനെയൊന്നുമല്ല, എന്നാലും അദ്ദേഹം ആ കഥയുടെ ഒരു ഭാഗമായിട്ട് ചെറിയ രീതിയിലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ വായിച്ചിട്ടുള്ള ആള് വൈക്കം മുഹമ്മദ്. അതെ അതെ, നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ വേറൊരു രീതിയിൽ ശ്രമിച്ചു നോക്കിയിട്ടൊക്കെ ഉള്ളതാണ് ഇതിൽ. അതിൽ ഇപ്പോൾ ചില അത്തരം സംസാരങ്ങൾ ചിലതൊക്കെ ഭയങ്കര ഒരു ഹാസ്യം എന്ന പോലെ. ഇപ്പോൾ ഇതിൽ ഭയങ്കര ലൗഡായിട്ടുള്ള കോമഡികളൊന്നുമില്ല. ഇപ്പോൾ ചില എഴുത്തുകളൊക്കെ അങ്ങനത്തെ എഴുത്തുകൾ ഉണ്ടാവല്ലോ. പക്ഷേ ഒരു നർമ്മം അല്ലെങ്കിൽ ഒരു ഹാസ്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ വായിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഈ സ്പീക്കർമാർ മാറുന്ന ഒന്നാണ് ഈ കഥയിൽ ഇങ്ങനെ ഹിറ്റ്ലറിനെ നറേറ്റ് ചെയ്യാൻ, ഹിറ്റ്ലറിനെ വിശദീകരിക്കുന്ന സമയത്ത് ഹിറ്റ്ലർ ഒരു കുറച്ചൊക്കെ പ്രായമായാലാണ്. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ പ്രായത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക എബിലിറ്റീസിനെ പറ്റിയും ശാരീരികമായ കഴിവുകളെ പറ്റിയും പറയുന്ന സമയത്ത് ഹിറ്റ്ലർ കഥാകൃത്തിനെ തിരുത്തുകയാണ് അത് പറയുമ്പോൾ. അല്ല, ഞാൻ 60 വയസ്സായിട്ടെന്നൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ അത്രത്തോളം ശാരീരികമായിട്ട് വീക്കൊന്നുമല്ല എന്ന് പറഞ്ഞ് തിരുത്താണ്. ഭയങ്കര കോമഡി ഒന്നുമല്ല, പക്ഷെ നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു നർമ്മം ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതേപോലെ കുറേ അത്തരത്തിലുള്ള എഴുത്തുകളിലെ നർമ്മങ്ങൾ. ഉദാഹരണത്തിന് ഹിറ്റ്ലറിനെ ആശുപത്രി കൊണ്ടുപോയ സമയത്ത് ഞാൻ ആ സാഹചര്യം വായിക്കാം. ആതുരസേവകരായ വെള്ളയും നീലയും വേഷം ധരിച്ച തൊപ്പി വെച്ചതും വെക്കാത്തതുമായ നഴ്സുമാർ ഇഞ്ചക്ഷൻ എന്ന വേദനിപ്പിക്കുന്ന വേദനസംഹാരി പ്രയോഗിക്കുമ്പോൾ വേദനിപ്പിക്കുന്ന വേദനസംഹാരി പ്രയോഗം പറയാറുണ്ട്. ഒരു ചെറിയ ഉറുമ്പ് കടിക്കുന്ന വേദന മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ആ ചെറിയ ഉറുമ്പ് ഏതാണെന്ന് ഭൂമി മലയാളത്തിലോ ഭൂമി ഇംഗ്ലീഷിലോ ഭൂമി തമിഴിലോ മറ്റനേക ഭൂമി ഭാഷകളിലോ ഇന്ന് വരേക്കും കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തുമെന്ന പ്രതീക്ഷ ബാക്കി നിൽക്കട്ടെ. അതുപോലെ മറ്റൊരു സാഹചര്യം, ഈ ഹിറ്റ്ലർ വീഴാണ്, ഒരു വലിയ പടവുകൾക്ക് മുകളിൽ നിന്ന് വീഴാണ്. അതിങ്ങനെയാണ്: ചാടിയിറക്കത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 3 പടവുകൾ മാത്രം ബാക്കിയായപ്പോൾ വലതുകാൽ വഴുതി. പ്രാചീനമായ പിതക്കോ ഡപ്പോ ഡംബോ തുടങ്ങിയ ശബ്ദങ്ങളൊന്നുമില്ലാത്ത, മലയാള സാഹിത്യത്തിൽ പിടുത്തം കിട്ടാത്ത ഒരു അത്യപൂർവ മുഴക്കത്തോടു കൂടി ഹിറ്റ്ലർ നിലംപതിച്ചു. ഇത്തരത്തിൽ ഉള്ള ഈ ചെറിയ ചെറിയ നർമ്മങ്ങളൊക്കെ അത് എഴുത്തിൻ്റെ ഇടയിൽ വരാറുള്ള സാധനങ്ങളാണോ, അതോ വേറെ എവിടെന്നെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വായിച്ചുകൊണ്ട് അതേപോലെ പ്ലേസ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് കോൺഷ്യസ്ലി പ്ലേസ് ചെയ്യണം? അങ്ങനെ കോൺഷ്യസ്ലി നേരത്തെ മുന്നേ ആലോചിച്ചിട്ട് ചെയ്യുന്നതല്ല. അത് എഴുത്തിൻ്റെ ഇടയിൽ വരുന്നതാണ് ഈ ചെറിയ രീതിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഒഴുക്കിൽ എഴുതാൻ പറ്റുന്നത്. അത്
ഈ ഒരു തമാശ നമ്മൾ ഹാസ്യം ഇതിൽ എഴുത്തിൽ പ്രയോഗിക്കുമ്പോൾ വലിയൊരു പ്രിവിലേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് പോലല്ല. നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ആൾക്കാർ തമ്മിൽ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ചളി പറയാറുണ്ടെന്നൊക്കെ പറയുമല്ലോ. തമാശ ഫലിക്കാത്തതാണ് പലപ്പോഴും ചളിയായിട്ട് ആ മാറുന്നത്. ചളിയായിട്ട് മാറുന്നുണ്ട്, എന്തൊരു ചളിയാണെന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും സംസാരത്തിലുള്ളത്. പക്ഷെ എഴുത്തിൽ സംസാരത്തിൽ പറഞ്ഞാൽ ചളിയായി പോകുന്ന പല കാര്യങ്ങളും എഴുത്തിൽ നമുക്ക് അടിപൊളിയാക്കി മാറ്റാൻ പറ്റും. വായിക്കുന്നവന്റെ അതെ, വായിക്കുന്ന മനോഭാവം അനുസരിച്ചിരിക്കും. നമുക്ക് എഴുത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. എഴുത്തിൽ ഇതുവരെയും ആ ചളി വലിയ രീതിയിൽ കടന്നു കൂടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ രസകരമായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ബഷീർ പുസ്തകങ്ങൾ നമ്മൾ ഇന്നും വായിക്കുമ്പോൾ അതിലൊരു ഹാസ്യം നമുക്ക് ഈ കാലഘട്ടത്തിൽ വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിൽ അതിന് വലിയ സാധ്യതയുണ്ട്. പക്ഷെ അത് എഴുതുന്നത് വായനക്കാരനാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ ചിലത് വിജയിക്കും, ചിലത് ചിലപ്പോൾ വർക്കായെന്ന് വരില്ല. അങ്ങനെ ഉണ്ടാവും. ഇത് മുന്നേ ആലോചിച്ച് ചെയ്യുന്നതല്ല. എഴുതി വരുമ്പോൾ നമുക്കങ്ങനെ തോന്നണം. ഒന്ന് വീണുന്ന് എഴുതിയാൽ മതി. പക്ഷെ നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് എഴുതുമ്പോൾ അത് എന്താണ് കുറച്ച് ഒരു രസമുണ്ട്. അതങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ചിരിയൊന്നുമല്ല. നമുക്കൊരു ചെറിയൊരു പുഞ്ചിരി പോലെ രസമുണ്ടല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പിന്നെ ഇഞ്ചക്ഷൻ, സ്വാഭാവികമായിട്ട് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു വേദന സംഹാരിയാണ് അല്ലേ. നമ്മളെ പലതരത്തിലുള്ള അസുഖങ്ങൾ, വേദനയുള്ള അസുഖങ്ങളിൽ നിന്നുള്ള വേദന സംഹാരിയാണ് ഇഞ്ചക്ഷൻ. പക്ഷെ ആ ഇഞ്ചക്ഷന് പോലെ ഒരു വേദന ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു എന്നോ പറഞ്ഞു വരുന്ന സാധനം. അതെ അതെ, ഒരു ഉറുമ്പും അത്തരത്തിലുള്ള അടിക്കടിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ എഴുത്തിൻ്റെ ഒരു സ്റ്റൈൽ രീതി പറയുമ്പോൾ വേറൊരു കാര്യം, പലയിടത്തും ഇപ്പോൾ സ്ഥലങ്ങളെ പറ്റി പറഞ്ഞ പോലെ പലയിടത്തും പലതരത്തിലുള്ള ഒരു എഴുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ ഈ ഡാൻജി തെരുവിൽ എഴുതുന്ന ചില എഴുത്തുകൾ അതിനൊരു ഭയങ്കര ഒരു സിനിമാറ്റിക് ഫീൽ ഉണ്ടെന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ അതിൽ ഈ ഒരു മാമ്പഴമൊക്കെ വെച്ചൊരു സ്ഥലത്തേക്കൊരു വാഹനം പാഞ്ഞു വന്ന് ഇടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സ്ലോ മോഷനായിട്ട് പ്രസൻറ്റ് ചെയ്യണം. വായിക്കാൻ കുറേ ഉണ്ട്. ഒരു സ്ലോ മോഷനായിട്ട് ടോട്ടലി പ്രസൻറ്റ് ചെയ്യണം. സ്ലോ മോഷനായിട്ട് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് സൂചിപ്പിച്ച് അതിനൊരു കാൽപ്പനികതയിലേക്ക് കൊണ്ടുപോയി ഒരു കാമുകി വരുന്നതൊക്കെ ആയിട്ടുള്ളൊരു അതിലൊരു നർമ്മമൊക്കെ ഫീൽ ചെയ്യുന്നു. ഒരു കാമുകി വരുന്നതായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്ത് അവസാനം ആ കാമുകി വരുന്നില്ല, ഇമാജിനേഷൻ തിരിച്ചു പോകുന്നു. ഇപ്പം നമ്മൾ ചില സിനിമകളിലേക്കാണല്ലോ നമ്മൾ നിൽക്കുന്നു, സ്റ്റക്കായിട്ട് നിൽക്കുന്നു, മുന്നിലുള്ള കാര്യം സ്ലോ മോഷനായിട്ട് നടക്കുന്നു, നമ്മൾ റിവൈൻഡ് ചെയ്തിട്ട് അങ്ങനെയല്ലല്ലോ വേണ്ടാറുണ്ട്. അപ്പോൾ ആ ഒരു സാധനം അത് നല്ല ഭംഗിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഓരോ സ്ഥലത്തും ഇപ്പോൾ ഇവിടെ ഒരു സിനിമാറ്റിക് രീതി എന്ന് പറഞ്ഞ് ഇത് പിന്നീട് വേറെ അവിടെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കണ്ടില്ല. ഓരോ സ്ഥലത്തും ഇത് വ്യത്യസ്തമായിട്ട് കൊണ്ടുപോകുന്നത് അതാ ഈ ഇതൊരു യാത്രയാണല്ലോ. അപ്പോൾ ആവർത്തന വിരസത വരിക എന്നുള്ളത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചെറിയ രീതിയിലൊക്കെ വന്നു പോയേക്കാം. എങ്കിൽ പോലും വരാൻ പാടില്ല എന്നുള്ളതാണ് യാത്രയെ സംബന്ധിക്കുന്നൊരു നോവലാകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന പുസ്തകങ്ങൾ നമ്മളെ ന്യൂ ജനറേഷൻ എഴുത്തുകാരെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതൊരു പുതിയൊരു ഏരിയ ആയിട്ട് തന്നെ പറയാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതി പൊതുവെ കണ്ടുവരുന്നത് ഒരു സിനിമാറ്റിക് ടൈപ്പിലുള്ള എഴുത്തുകൾ. അതായത് ഇപ്പോൾ വായിക്കുന്ന ആൾക്ക് അപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നൊരു ഫീലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അത് ഒരു രസമുള്ള ഏരിയ ആണ്. സ്വീകാര്യത ഉണ്ട് അതിന്. അപ്പം നമ്മൾ അതിൽ തന്നെ എന്ത് വ്യത്യസ്തത കൊണ്ടുവരാന്നുള്ളത് ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. നമുക്ക് എഴുത്തിലങ്ങനെ വരും. ചിലപ്പോൾ ചിലത് നമുക്കങ്ങനെ എടുക്കേണ്ടി വരില്ല, ചിലത് എടുക്കേണ്ടി വരും. അങ്ങനെ വരുന്നതാണ്. അതേപോലെ ഇപ്പോൾ പറഞ്ഞ നറേഷനുകളും സ്ഥലങ്ങളും പേരുകളൊക്കെ ഇപ്പോൾ തന്നെ ചില സിംബോളിക് റെപ്രസെൻറ്റേഷനുകളുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ചായ, അതേപോലെ തന്നെ ഈ പൂക്കൾ, അതിനൊക്കെ സിംബോളിക്കായിട്ട് ഒരുപാട് മീനിങ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു ചായ തീരുമ്പോഴേക്ക് രണ്ടുപേർ ഇരുന്നൊരു ചായ കുടിക്കുമ്പോഴേക്ക് ചായ തീർന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ രണ്ടുപേർക്കിടയിൽ വലിയ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. അവിടെ ഒരുപാട് ഇമോഷൻസ് അവിടെ തീർന്നു. സന്തോഷമായിരിക്കാം, സന്തോഷമല്ലാത്ത വികാരങ്ങളായിരിക്കാം. ഒരു ചായ കുടി എന്നുള്ളൊരു പ്രക്രിയയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ പൂക്കൾ കൈമാറുന്ന സന്ദേശം വളരെ വലുതാണ്. അപ്പം നമ്മൾ ഇതിനൊക്കെ ഒരു ക്ലീശ എലമെന്റ് കൂടി ഉണ്ട്. കാരണം നമ്മൾ മുന്നേ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാള സാഹിത്യത്തിലോ അല്ലാത്ത സാഹിത്യത്തിലോ ഒക്കെ ഉള്ള ഒരു സാധനങ്ങളാണ്.
പക്ഷെ അതിനെ ഇതിൻ്റെ ഇടയിൽ കൂടി, കഥയുടെ ഇടയിൽ കൂടി ഭയങ്കര എവിഡൻ്റ് ഒന്നും അല്ലാതെ തന്നെ ഫൈസൽ പ്രസൻറ്റേഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഒരു കുറച്ചൊരു ബൾഗി ഇത് പൊങ്ങി നിൽക്കാതെ തന്നെ ഉള്ളിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനുകൾ അതിനെപ്പറ്റി എങ്ങനെയാണ്? ഒന്ന് ചായയാണ്. ചായ പ്രത്യേകിച്ച് നമുക്ക് വളരെയധികം നമുക്ക് മലയാളികൾക്ക് വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുള്ള ഒന്നാണ് ചായ. നമുക്ക് വളരെ തീരെ പരിചയമില്ലാത്ത ആളുകൾ പോലും ഒരു മേശൻ്റെ ചുറ്റിലും ഇരുന്നിട്ട് ചായ ഗ്ലാസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ പറയാനുണ്ടാവും. ആ ചായ തീരുന്നതിനനുസരിച്ച് ഇവർ തമ്മിൽ അതുവരെ ഇല്ലാത്ത വലിയൊരു ബന്ധം ഉടലെടുക്കും. പാബ്ലോ നെരൂദ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞത്, അറിയപ്പെടാത്ത മനുഷ്യരുമായിട്ട് നീ എനിക്ക് സാഹോദര്യം നൽകി എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ ചായ നമ്മളങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത മനുഷ്യരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ തവണ മാത്രം സംസാരിച്ചിട്ടുള്ളവരായിരിക്കും. ഈ ചായ കുടിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പരസ്പരം ഇരുന്ന് കുടിക്കുന്നതിലൂടെ ചിലപ്പോൾ വീട്ടിൽ നിന്നൊന്നും നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് അറിയുന്നവർ തന്നെയാണ്, പക്ഷെ ആ ഒരു നമ്മൾ പുറത്തുനിന്ന് നമ്മളെ സുഹൃത്തുക്കളോടൊപ്പം നമുക്ക് വലിയ പരിചയമില്ലാത്ത ആളുകളോടും പരിചയമുള്ള ആളുകളോടും ഒക്കെ ഒപ്പം ഇരുന്നിട്ട് നമ്മളിങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് കൾച്ചറിൻ്റെ കൂടെ ഭാഗം, അതെ കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും. അത് ചെറിയൊരു സംഭവം പറഞ്ഞാൽ, ഈ 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വലിയ രീതിയിലുള്ള മദ്യപാനം ഉണ്ടാകുന്നുണ്ട്. അത് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഈ വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോട് കൂടിയിട്ട് ഈ ആളുകളുടെ ഇടയിൽ ഒരു ഒരു തോന്നലുണ്ടാവുകയാണ്, ഈ പുഴകളിലും നദികളിലും ഉള്ള വെള്ളം വല്ലാണ്ട് മലിനമാണ്. എന്നുവെച്ചാൽ അതുവരെ ആളുകൾ ചെയ്തിരുന്ന ജോലികൾ ഭൂരിഭാഗവും യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന അതിനാണല്ലോ നമ്മൾ ഈ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ പുഴകളിലും ഈ നദികളിലൊക്കെയുള്ള വെള്ളം മുഴുവനായിട്ട് മലിനമായിരിക്കണം, അത് കുടിക്കാൻ പറ്റൂല. അന്നങ്ങനെയാണല്ലോ, കുടിക്കുന്ന വെള്ളമൊക്കെ ജലസ്രോതസ്സുകൾ അങ്ങനെയാണല്ലോ എന്നൊരു ഇത് വരുന്നു. അപ്പോൾ ആളുകൾ അതിലൊരു കുടിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് അവർ ആ സമയത്ത് എടുക്കുന്നത് ബിയറാണ്. ബിയർ കുടിച്ചു തുടങ്ങുകയാണ്. അതായത് അത് ശുദ്ധമാണെന്നുള്ള ലെവലിൽ കുടിച്ചു തുടങ്ങുന്നു. അത് പിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് എത്തുന്നു. അത് വളരെ വലിയ ഒരു അപകടമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോവുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, കോഫി ഷോപ്പുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കോഫി ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു കോഫി കുടിക്കാനായിട്ട് ഒരു കോഫി ഷോപ്പിൽ പോയാൽ എത്ര പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഒരു സാധനം വാങ്ങി വരുന്നത് പോലെയല്ല, നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് കോഫി നമ്മൾ ഓർഡർ ചെയ്യുന്നു. ആ പാലും വെള്ളവും ചേർന്നത് തിളയ്ക്കേണ്ടതുണ്ട്. അത് തിളച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ആ കോഫി ആകേണ്ട ഒരു സമയം നമ്മളവിടെ കാത്തിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കോഫി കുടിക്കണമെന്നുണ്ടെങ്കിൽ കാത്തിരുന്നേ പറ്റുള്ളൂ. എന്നിട്ട് ആ ഒരു സമയമുണ്ട്, അത് 2, 3, 4 മിനിറ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥ വെച്ച് അതെ ഏറ്റവും കുറഞ്ഞത്. അതെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളോട് അവരുടെ മുഖത്ത് നോക്കേണ്ടതുണ്ട്, അവരോട് സംസാരിക്കേണ്ടതുണ്ട്, അവരുമായിട്ട് പരിചയത്തിലാവേണ്ടതുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ഇതെന്താണ്, സംസ്കാരം കൈമാറുന്ന ഒരു ഇടങ്ങളായിട്ട് കോഫി ഷോപ്പുകൾ മാറുകയാണ്. അങ്ങനെ അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലും എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചായക്കടകളൊക്കെ അങ്ങനെ തന്നെയാണ്. ആൾക്കാരെ തമ്മിലുള്ള അവരുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട്, വീട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് പുറം രാജ്യങ്ങളിലുള്ള അവിടുത്തെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പരസ്പരം പല കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്. അതെ, കേരളത്തിലെ ചായക്കടകളൊക്കെ പലപ്പോഴും ന്യൂസ് ചാനലുകളെക്കാൾ വലിയ ചർച്ചയുടെ ഇടങ്ങളാണ്. അത് അറിവുകൾ കൈമാറുക, കൾച്ചർ കൈമാറുക എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു മനുഷ്യനെ ശരിക്കും ഒരു സാമൂഹ്യവൽക്കരിക്കുന്ന, രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു ഇടമാണ്. അല്ലെങ്കിൽ എസ്പെഷ്യലി മലയാളിയെ അത്തരത്തിൽ സാമൂഹ്യവൽക്കരിക്കുന്നതിൽ ചായക്കുള്ള പങ്ക്, അല്ലെങ്കിൽ ചായക്കടക്കുള്ള പങ്ക് ഒരിക്കലും ചെറുതല്ല എന്ന് തന്നെ പറയും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ചായ പൂ പോലത്തെ സിംബോളിക് റെപ്രസെൻറ്റേഷനുകൾ ഇതൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യരുടെ പലതരത്തിലുള്ള അവസ്ഥകളും നോവൽ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അനാഥർ. അപ്പോൾ കഥ തുടങ്ങുന്ന സമയത്ത് ഈ ഹിറ്റ്ലർ അനാഥനാണ്. കഥ അങ്ങനെ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോയതിനു ശേഷം ഒരു അനാഥാലയത്തിനാണ് കഥ തുടങ്ങുന്നത്. അനാഥാലയത്തിൽ ജീവിച്ച ഒരാളെ കഥ തുടങ്ങുന്നു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി ക്ലാരയമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവരുടെ മകൻ അനാഥനാണ്. അപ്പം അത്തരത്തിൽ ഒരുപാട് അനാഥർ. അതേപോലെ തന്നെ അവസാനം അബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അവൻ അനാഥനാണ്. ഈ അനാഥരായിട്ടുള്ള ഒരുപാട് ആളുകൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. അതിലെന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജ് ഉണ്ടോ?
തീർച്ചയായിട്ടും. അതായത് ഈ അനാഥാലയം അല്ലെങ്കിൽ അനാഥത്വം എന്നൊക്കെ പറയുന്നത് നഷ്ടപ്പെടലിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഒരവസ്ഥയാണ്. അതിലേറെ വലിയൊരു നഷ്ടപ്പെടലുണ്ടോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പറയാൻ പോലും കഴിയില്ല. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അനാഥനായി പോവുക അല്ലെങ്കിൽ അനാഥയായി പോവുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു വേദനയുള്ളൊരു സാഹചര്യമാണ്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റ് വേദനകളെയൊക്കെ എടുക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അനാഥാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നമുക്കെന്താണ് ഒരു വീണ്ടെടുപ്പിനുള്ള സാധ്യതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളൊരു അനാഥനായിട്ടുള്ളൊരു അയാൾ യാത്ര പുറപ്പെടുന്നതാണ് നമ്മുടെ നോവലിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അയാളുടെ വീണ്ടെടുപ്പ് അവിടുന്ന് തുടങ്ങാണ്. അങ്ങനെ തുടങ്ങി ഇതിലൂടെ അയാളുടെ സഞ്ചാരത്തിലൂടെ അയാൾ തിരിച്ചറിയുന്ന കാര്യങ്ങൾ, അനാഥത്വം കൊണ്ട് അയാൾക്കുണ്ടായിട്ടുള്ള ഗുണങ്ങൾ അയാൾ കണ്ടെത്തുന്നുണ്ട്, അയാൾക്ക് പോയിട്ടുള്ള നഷ്ടപ്പെടലുകൾ അയാൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പലതും അയാളെ തന്നെ വീണ്ടെടുക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തുടങ്ങിയിട്ട്. പിന്നെ ഇത് ചെന്ന് എത്തി നിൽക്കുന്നതും ഒരു അനാഥ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അബു എന്ന കുട്ടിയെ അവസാനത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ രണ്ട് അനാഥര് തമ്മിൽ എന്താണ് ഒരുമിക്കുന്ന ഒരു രംഗമാണ്. അതും ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന അനാഥൻ 60 കൊല്ലമായിട്ട് പഠിക്കാതെ പല പാഠങ്ങളും അതെ അതെ ചെറിയ കുട്ടിയായ അനാഥനായിട്ടുള്ള അബു പറഞ്ഞു കൊടുക്കുന്നത് കൂടെ അതിന്റെ ഒരു മധുരം അതിലുണ്ട്. അതെ. അപ്പോൾ ആ അനാഥത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹിറ്റ്ലർ കുട്ടിയായിരുന്ന സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും അതേപോലെ അബു കുട്ടിയായിരിക്കുമ്പോൾ അബുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയുണ്ട്. ജീവിക്കുന്ന ചുറ്റുപാടും സാഹചര്യങ്ങളും ഒക്കെ നമ്മളെങ്ങനെ പാകപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളതിൽ. അത് ഉണ്ടാവുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതുവരെ അവരുടെ ചുറ്റുപാടിലുള്ള ആളുകൾ ചിലപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഉപ്പയോടും അമ്മയോടും അച്ഛനോടും ഒക്കെ ഒപ്പം ജീവിച്ചിരുന്ന കുട്ടികൾ അവർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അനാഥരായി പോകുന്നതാകാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളാകാം. അങ്ങനെ ഹിറ്റ്ലർ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടിയാണെന്നൊക്കെയുള്ള ധാരണയിൽ അങ്ങനെ ജീവിച്ചു പോവുകയും അങ്ങനെ പല സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അനാഥത്വം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയേറെ, ഇപ്പോൾ നമ്മുടെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ സമയത്ത് ഭൂവിയച്ചൻ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിലുള്ളത്, ഈ അനാഥ പശ്ചാത്തലങ്ങളിലാണ് ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരുപാട് ഗുരുവര്യന്മാരായിട്ടുള്ള പ്രവാചകന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഒരു അനാഥ പശ്ചാത്തലത്തിൽ വളർന്നവരാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുഹമ്മദ് നബി ഉൾപ്പെടുന്നുണ്ട്, ശ്രീബുദ്ധൻ ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ പ്രവാചകൻ മൂസ ഉൾപ്പെടുന്നുണ്ട്, അതെ ഈസ പ്രവാചകൻ ഉൾപ്പെടുന്നുണ്ട്. ഇവരെല്ലാവരും ഒരു അനാഥ പശ്ചാത്തലത്തിൽ വളർന്നു വന്നവരാണ്. പക്ഷെ അവർ ഈ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് വളരെ വലുതാവുന്നുള്ളതാണ്. ചെറുപ്പം മുതലേ അവർ പാകപ്പെട്ടു എന്നുള്ളതാണ്. വലിയൊരു മാറ്റം ലോകത്ത് ഉണ്ടാക്കാൻ ചെറുപ്പം മുതലേ അവർ പാകപ്പെട്ടു എന്നുള്ളത് ഒരുവേള ആ അനാഥത്വമായിരിക്കാം അവർക്ക് അവരെ ഇങ്ങനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവം പഠിച്ചവൻ അവരെ അനാഥത്വം കൊടുത്തുകൊണ്ട് പാകപ്പെടുത്തിയതായി. തീർച്ചയായിട്ടും അങ്ങനെ. അപ്പോൾ ഈ അനാഥത്വം പറയുമ്പോൾ തന്നെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ നഷ്ടങ്ങൾ. അനാഥത്വത്തെ നമുക്ക് ചെറുപ്പം മുതലുള്ള നഷ്ടങ്ങളാണ്. ഈ ചെറുപ്പം മുതലുള്ള നഷ്ടങ്ങൾ അനാഥത്വത്തിൽ വലിയൊരു ഡാമേജ്, വലിയൊരു പ്രയാസം മനുഷ്യന് കൊടുക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ച് അപ്പുറമാണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നഷ്ടപ്പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. എനിക്കെല്ലാമായിരുന്ന, ഞാൻ എന്തിനു അധ്വാനിക്കുന്നു വെച്ചാൽ ഇന്ന ആൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ, ഞാൻ എന്തിനു ജീവിക്കുന്നു വെച്ചാൽ ഇന്ന ആളുടെയും എൻ്റെയും നല്ല ജീവിതത്തിന് വേണ്ടി എന്ന് പറയാൻ പറ്റുന്ന ആൾ, അതേപോലെ തന്നെ എൻ്റെ ചുറ്റുപാടിനെ മനോഹരമാക്കിയിരുന്ന ആരാന്ന് ചോദിക്കുമ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ, അങ്ങനെയൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ആളുകളുണ്ടാവും. ഇത്തരത്തിലുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ, മരണപ്പെട്ടു പോകുമ്പോൾ, അവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ബ്ലാങ്ക്നെസ്, ഒരു ശൂന്യത, അത് ഭയങ്കര വലുതാണ്. ആളുകളെ സംബന്ധിച്ച് അവരെല്ലാതെയാക്കുന്ന, അവരുടെ ജീവിതത്തിനുള്ള ഒരു താല്പര്യവും ത്വരയും പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുന്ന. കാരണം ഞാൻ എന്തിനാ ജീവിക്കുന്നത് വെച്ചാൽ ഇന്ന ആളെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, എൻ്റെ ജീവിതം മനോഹരമാക്കുന്ന ആരെന്ന് വെച്ചാൽ ഇന്ന ആളെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ആൾ നഷ്ടപ്പെട്ടാൽ പിന്നെ എൻ്റെ ജീവിതത്തിന്, അതായത് എല്ലാവർക്കും അല്ല, ചില ആളുകളിൽ മാത്രം അർത്ഥം ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ എവിടെയാണ് എൻ്റെ അർത്ഥത്തെ കൂട്ടിക്കെട്ടിയിട്ടുള്ളത്, അത്തരം ആളുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭയങ്കര വേദനയാണ്. അപ്പം അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങൾ കൂടെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാരമ്മൻ്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട് കുറേ മുന്നേ. അതിൻ്റെ ഭാരം പേറിട്ടാണ് ക്ലാരമ്മയും ഭർത്താവും ഒരുപാട് കാലം ജീവിക്കുന്നത്. അതിനുശേഷം ക്ലാരമ്മനെ തനിച്ചാക്കിയിട്ട് ആ ഭർത്താവും പോവാണ്. അതേപോലെ തന്നെ ആ റിസോർട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, എഡ്വേർഡ് ഗിൽബസ്റ്ററിന് ഭയങ്കര ഒരു മനോഹരമായ
ഭയങ്കര ഒരു ഒരു എൻത്യൂസിയാസ്റ്റിക് ആയിട്ടും വൈബ്രൻ്റ് ആയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന, വളരെ പൂക്കളും അത്ര മനോഹാരിതയും പൂമ്പാറ്റയും കിളികളൊക്കെ ഉള്ള ഒരു ഓറഞ്ച് തോട്ടങ്ങൾക്കിടയിലാണ് ഓറഞ്ച് അദ്ദേഹത്തിന്റെ വീട്. തോട്ടങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ഭാര്യ മരണപ്പെട്ടു പോകാം. ആ വരികളിൽ പോലും നമുക്കത് പ്രകടമാണ്. ഫൈസൽ എഴുതിയ വരികളിൽ പോലും ഇന്ന് പൂക്കളും ഇല്ല, ഓറഞ്ചും ഇല്ല, കിളികളും ഇല്ല, പൂമ്പാറ്റയും ഇല്ല, കാരണം നിർഭാഗ്യവശാൽ ഇന്ന് അവളില്ല എന്നുള്ള ആ ഒരു പ്രയോഗം. കാരണം എൻ്റെ ചുറ്റുപാടും അവളായിരുന്നു ഇത്ര മനോഹരമാക്കിയത്, അവളില്ലാത്തതുകൊണ്ട് ചുറ്റുപാടും വളരെ പ്രയാസപ്പെട്ടെടുക്കുന്നത്. അപ്പോൾ ആ നഷ്ടങ്ങളെ പോർട്രേ ചെയ്ത രീതി വളരെ മനോഹരമായിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് നമ്മൾ ഈ കാലത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്? നഷ്ടങ്ങൾ നമുക്ക് കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ആ നഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന വീണ്ടെടുപ്പുകൾ ഉണ്ടാവുന്നുണ്ട് പലർക്കും. എന്നാൽ ആ നഷ്ടത്തിൽ തന്നെ വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചു കൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരാളാണ് എഡ്വേർഡ് ഗിൽവെസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടതാണ്. ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ആകുമായിരുന്നു എന്നൊരു സ്വപ്നമാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ മുമ്പ് അവളുള്ള സമയത്ത് എങ്ങനെയായിരുന്നു ഈ വീടും ചുറ്റുപാടുമൊക്കെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അതിലദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, അവളുണ്ടായിരുന്നെങ്കിൽ ഈ അലമാരയിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങളൊന്നും പൊടി പിടിച്ച് കിടക്കില്ലായിരുന്നു. എന്നെപ്പോലെ ഒരു അലസതയുള്ള വായനക്കാരി അല്ലായിരുന്നു അവൾ നിരന്തരം വായിക്കുമായിരുന്നു. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓർമ്മകളാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിൽ വിട പറഞ്ഞു പോകുമ്പോൾ അത് നമുക്ക് വളരെ വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അത് എങ്ങനെ ആയിരിക്കും ആളുകൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വയനാട്ടിൽ നടന്നിട്ടുള്ള നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അത് മനുഷ്യർ തമ്മിലുള്ളതുണ്ട്, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ളതുണ്ട്. ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരനൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തത്തിൽ ആരുമില്ലാതെ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആ മൺകൂനയ്ക്ക് മുകളിലിരുന്നു കൊണ്ട് അയാൾ കരയാണോ അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുകയാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അതെ, കരയാൻ പോലും ആ ഒരു വളരെ നിസ്സഹായതയുടെ അങ്ങേയറ്റത്തുള്ള ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ വലിയ ഒരു പ്രയാസമാണത്. അതിൽ നിന്ന് എങ്ങനെ ഒരു വീണ്ടെടുപ്പ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിൽ നിന്ന് കരകയറാമെന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ അയാൾക്കൊരു നമ്മുടെ കഥാപാത്രത്തിന് അതിനുള്ളൊരു ചെറിയ ഒരു സഹായം അത് വാക്കുകൾ കൊണ്ട്, ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട് നൽകിയിട്ടാണ് ഹിറ്റ്ലർ അവിടെ നിന്ന് പോകുന്നത്. അതുപോലെ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മളവർക്ക് ആരുമില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് നമ്മളും കൂടെ ചേർന്ന് നിൽക്കുകയും അവർക്ക് വേണ്ടി അതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യാന്നുള്ളതാണ്. അത് വളരെ വലിയൊരു ട്രോമയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് നമ്മളും ചെയ്യാന്നുള്ളതാണ്. ജീവിതം എന്ന ഒറ്റ വീക്ഷണത്തിൽ നോക്കിയാൽ അതൊക്കെ ഒരു സ്വാഭാവികതയാണ്, എല്ലാവർക്കും സംഭവിക്കുന്നതാണ് നഷ്ടങ്ങൾ. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് സ്വാഭാവികമല്ല, തീർത്തും അസ്വാഭാവികമാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പറഞ്ഞത് എനിക്കത് ഒരുപാട് ആൾക്കാരുടെ ഉമ്മ ലോകത്ത് മരിക്കുന്നുണ്ട്, അത്തരത്തിലൊരു ഉമ്മ മരണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് സംഭവിക്കുമ്പോൾ എൻ്റെ ഉമ്മ ഒന്നേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാ ട്രാജഡിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ കാണാൻ, അവരെ അറിയാൻ, അവരെ സഹായിക്കാൻ ശ്രമിക്കുക, നമ്മൾ ഒപ്പം ഉണ്ടാവുക. ഏറ്റവും കുറഞ്ഞത് അവർക്ക് പറയാനുള്ളത് കേൾക്കുക, ആശ്വാസമായിട്ട് ചില വാക്കുകൾ അവരോട് പറയാന്നുള്ളത് ഉത്തരവാദിത്തമാണ്. നമുക്ക് നോവലിനെ പറ്റി പറഞ്ഞ ഒരുപാട് ഇനിയും പറയാനുണ്ടാവും. തൽക്കാലം അത് ആ ഭാഗം അവസാനിപ്പിക്കാവുന്നുണ്ട്. അതിൽ ഇനി ഒരു കാര്യം കൂടെ, നോവലിനിടയിലുള്ള ചെറിയ ചെറിയ കൊച്ചു വരകൾ, ചിത്രങ്ങൾ, അതിലൊരു വ്യത്യസ്തത ഉണ്ട്. അത് സാധാരണ നോവലുകൾക്കിടയിൽ കാണുന്ന പൊതുവരകളിൽ നിന്നും വ്യത്യസ്തമാണ്. അത് ആരാണ്, എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്? നമ്മളൊരു സുഹൃത്താണ്, അഹമ്മദ് ജാഫർ. അദ്ദേഹം നമ്മൾ നോവല് വായിച്ചിട്ട് നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് സംസാരിച്ചങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളതാണത്. നമ്മൾ ഈ റോസാപ്പൂവ് ചൂടി നിൽക്കുന്ന ഒരു കുട്ടിയെന്നൊക്കെ ഒരു കഥാപാത്രമൊക്കെ നമ്മുടെ ഇതിലിങ്ങനെ വരുന്നുണ്ട്. റോസാപ്പൂ തലയിൽ ചൂടി നിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനെ അദ്ദേഹം വളരെ മനോഹരമായിട്ട്, ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ ആ ഒരു ചിത്രമൊക്കെ
റോസാപ്പൂ ചൂടാന്നുള്ളൊരു സങ്കല്പത്തെ വളരെ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളുണ്ട് അങ്ങനെ. അത് കുറേ ആളുകൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു ചിത്രങ്ങൾ. കഥക്ക് വേണ്ടി വരക്കാന്നുള്ളതിനപ്പുറം ഒരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ അതെ എലമെന്റ്സ് തീർച്ചയായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ഞാനൊരു ഐഡിയ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ആയാൽ കൊള്ളാം, അത് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വർക്ക് ചെയ്ത് വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഫൈസലിൻ്റെ ഒരു നോവലിലേക്കുള്ളൊരു ജേണി? ഇൻസ്റ്റഗ്രാമിലെ കുത്തിക്കുറിക്കലുകൾക്കും ഷോർട്ട് സ്റ്റോറികൾക്കും അപ്പുറം ഒരു പുസ്തകത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആരൊക്കെയാണ് പ്രചോദിപ്പിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് സഹായകരമായിട്ടുള്ളത്? നമ്മൾ കുറച്ച് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അതിനെല്ലാം മുമ്പ് ഏറ്റവും ആദ്യം എഴുതി തുടങ്ങുന്ന ഈ നോവലാണ്, എഴുതി തുടങ്ങുന്നത് ഈ നോവലാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരു പെട്ടെന്ന് ചെറിയ രീതിയിലുള്ള കുറിപ്പുകൾ മാത്രമായിട്ട് നിന്നിരുന്ന സമയത്ത്, നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് സ്കൂളുകളും കോളേജുകളും ഒന്നും ഇല്ലായിരുന്നു, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി തുടങ്ങാമെന്നൊരു ചിന്തയിൽ നിന്ന്, ഒരു പെട്ടെന്നുണ്ടായ ഒരു ചിന്തയിൽ നിന്നാണ് ഈ നോവൽ തുടങ്ങുന്നത്. തുടങ്ങി ഒരു 1.5 മാസം കൊണ്ട് നമ്മൾ 1ാമത്തെ പാർട്ട് എഴുതി തീർത്തിട്ടുണ്ട്. അന്ന് വളരെ വലിയ രീതിയിലുള്ള വായനയൊന്നുമില്ല, പക്ഷേ ആ ഒരു പാർട്ട് കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റക്കായിപ്പോയി. പിന്നെ മുമ്പോട്ട് പോകുന്നില്ല. വളരെ ചെറിയൊരു തീമിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പോകാത്തൊരവസ്ഥ വന്നു, മുമ്പോട്ട് പോകാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വളരെ പ്രയാസപ്പെട്ട് നിന്നു. എന്നാൽ പുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചു. വായിച്ചിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും, അതിങ്ങനെ ഇന്ന സമയമൊന്നും ആലോചിക്കാതെ പിന്നീട് എപ്പോഴെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു മൈൻഡ് വരുന്ന സമയത്ത് എഴുതാമെന്ന് വിചാരിച്ച് തന്നെ നിർത്തി. എന്നിട്ട് പുസ്തകങ്ങൾ വായിക്കുകയുണ്ടായി. അപ്പോൾ 3 വർഷം മുന്നേ? അതെ, 3 വർഷം മുന്നെയാണ്. അതെ, അത് വായിക്കുകയുണ്ടായി. അപ്പോൾ വായിച്ച സമയത്ത് ഞാൻ ആ ടൈമിൽ വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് മഞ്ഞവെയിൽ മരണങ്ങൾ, ബെന്യാമിൻ എഴുതിയിട്ടുള്ള. അപ്പോൾ ആ പുസ്തകം ആദ്യമായിട്ട് ഞാനിങ്ങനെ വായിക്കാൻ എടുക്കുന്നു. അത് വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കുറച്ച് വായിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എഴുതി വെച്ചിട്ടുള്ളൊരു 3 പേജെങ്കിലും വേണം അതിൻ്റെ 1 പേജ് ആവാനെന്നുള്ളത്. ഇങ്ങനെ അപ്പോൾ തന്നെ നമുക്കുണ്ടായിരുന്ന വളരെ കുറച്ച് മാത്രം ബാക്കിയുണ്ടായിരുന്ന ആ ധൈര്യം കൂടി ചോർന്നു പോയെന്ന് പറയാം. എന്നിട്ട് പിന്നെ അത് വായിച്ചു കഴിയുന്നുണ്ട്. പിന്നീട് തകഴിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. പിന്നെയാണ് ബഷീർ പുസ്തകങ്ങളിലേക്ക് എത്തുന്നത്. ബഷീർ പുസ്തകങ്ങൾ നമ്മൾ ബാല്യകാല സഖി, പത്തുമയുടെ ആടൊക്കെ വായിക്കുമ്പോൾ ഈ നമ്മുടെ ചോർന്നു പോയ ധൈര്യമൊക്കെ തിരിച്ചു വരിക എന്ന് പറയുമല്ലോ. എഴുത്തിന് ഇങ്ങനെ ഒരു തലമുണ്ട് നമുക്ക്. അതിന് അത്ര സ്വീകാര്യതയുണ്ട്. അത് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്. ആ വരികളുടെ എണ്ണം പോലും നോക്കുമ്പോൾ തകഴിന്ന് ബഷീർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മലയാളം പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തകഴിയൊക്കെ മനസ്സിലാവാത്ത പ്രശ്നമൊന്നും വന്നില്ല. പക്ഷെ നമുക്ക് എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ. അതെ. ഇപ്പൊ ബഷീറാണ് നമുക്ക്, അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും അദ്ദേഹമാണ് വലിയൊരു പ്രചോദനമായിട്ട് നമുക്ക് എഴുതാനായിട്ടൊരു സഹായകരമായിട്ടുള്ളത്. അത് ഈ മുൻകാല സയന്റിസ്റ്റുകളുടെ ഒക്കെ ശേഷമുള്ള ആളുകളെ അവരിലേക്ക് ചേർത്തപ്പോൾ, ഞാൻ സൈക്കോളജി ആയതുകൊണ്ട് സിഗ്മണ്ട് ഫ്രോയിഡിന് ശേഷം അദ്ദേഹത്തിന്റെ തിയറികൾ ഫോളോ ചെയ്ത ആളുകൾ ഫ്രോയിഡിയൻസ് എന്ന് വിളിക്കും. അതുപോലെ കുറെ ബഷീറിയൻസ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഞാൻ ഒരുപാട് ആളുകൾ, ഭയങ്കര സക്സസ് ആയിട്ടുള്ള പല എഴുത്തുകളെ പോലും ചോദിച്ചാൽ ആരാ പ്രചോദനം? ബഷീർ. രീതി ചോദിച്ചാൽ ബഷീറിന്റെ രീതി, ബഷീറിന്റെ ശൈലി. ഒരു ബഷീറിയൻ എഴുത്തുകൾ ഒരു പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോഴായിരിക്കും ഈ ഒരു മലയാള സാഹിത്യത്തിന്റെ വളർച്ചയിൽ ബഷീർ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞുള്ള എഴുത്തുകാരെ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഫീൽ ചെയ്യുന്ന പല ആൾക്കാരും സംസാരിക്കുമ്പോൾ, എഴുതി പബ്ലിഷ് ചെയ്ത പല ആൾക്കാരും, സുഹൃത്തുക്കളായിട്ട് പല ആൾക്കാരും സംസാരിക്കുമ്പോൾ അവരൊരു ബഷീറിയൻ പാത അവർ പിന്തുടരുന്നതായിട്ടും വലിയ രീതിയിൽ പ്രചോദിപ്പിച്ചായിട്ടും അനുഭവം. അതെ, തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം പ്രചോദനമായിട്ടുണ്ട്. ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ 2 എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കാറുള്ളതാണ്. വായിച്ചത് വീണ്ടും വീണ്ടും വായിക്കാറുള്ളതാണ്. നമുക്കത് വളരെ ഒരു സമാധാനം ഉണ്ടാക്കുന്ന ഒരു വായനയാണ്. അങ്ങനെ 2ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ, 1ാമത്തെ പാർട്ട് 1.5 മാസം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ 2ാമത്തെ പാർട്ട് ഒരു ദിവസം വളരെ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ 2ാമത്തെ പാർട്ട് മുഴുവൻ എഴുതി തീർക്കാനായിട്ട്. പിന്നെ 3, 4, 5 പാർട്ടൊക്കെ എഴുതുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ കോളേജ് പഠനവും എക്സാമുകളും കാര്യങ്ങളും, പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള മടി ഉണ്ടാവും എഴുതാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്കിതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ
ഒഴിവാക്കി പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല. ഇട്ടെറിഞ്ഞ് പോകാൻ പാടില്ല. നമ്മളത് എപ്പോഴും അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മളത് തുടരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കണം. പിന്നെ എഴുത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഴുത്തിൻ്റെ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ ഇപ്പോൾ പല ആളുകളും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറയാറുള്ളതാണ്. മുമ്പ് എഴുതിയിരുന്ന പല ആളുകളും ഇപ്പോൾ തീരെ എഴുതാറില്ല, സമയം കിട്ടുന്നില്ല. എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പലരും കോളേജുകളിലൊക്കെ പഠിക്കുന്നവരും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, മുമ്പ് ധാരാളമായിട്ട് എഴുതിയിരുന്നു, ഇപ്പോൾ സമയം കിട്ടുന്നില്ല, ഇപ്പോൾ ആ മൈൻഡൊക്കെ പോയി, ഇപ്പോൾ വേറൊരു മൂഡൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ്. വായനയുടെ അതെ വിഷയത്തിൽ അതെ, പറയാറുണ്ട്. വായനയുടെ വിഷയത്തിൽ, വായന. എഴുത്തിൻ്റെ വിഷയത്തിലൊക്കെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുത്ത് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ഇത് നിന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് അത് വലിയ ആരെയൊന്നും കാണിക്കാനൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റുന്നതായിരിക്കണമെന്നില്ല. കോളേജിലൊരു അധ്യാപകൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ എഴുത്തിനോടുള്ള താല്പര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ ഒരു സുഖത്തിന് വേണ്ടി ഞാൻ എഴുതുന്നത്, ഞാനത് ആരെയും കാണിക്കുന്നൊന്നുമില്ല, ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കാണിക്കും, ഇല്ലെങ്കിൽ കാണിക്കില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു താല്പര്യത്തിന് നമുക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് എഴുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഏതാണ് പിന്നെ ഇന്ന് നമ്മൾ എഴുതുന്നതിന് നമുക്കൊരു മോട്ടിവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ നമ്മളെ പേജ് ഇടുന്നതുകൊണ്ട് ആരും നമ്മളോട് ചോദിക്കാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ ചെറിയ കുറിപ്പുകൾ അങ്ങനെ എഴുതി പോസ്റ്റ് ചെയ്യാൻ ഒരു അവസരം. അതെ, നമുക്ക് ചിലവൊന്നും ഇല്ല എന്നുള്ളത്. അത് നമുക്ക് ഒരുപാട് വായനക്കാരുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ചെറിയൊരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു കവിതാശകലമോ ചെറിയൊരു ചെറുകഥയോ ഒക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ 10 ആളിൽ നിന്ന് ഒരാളെങ്കിലും അത് വായിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സ്റ്റാറ്റസ് വ്യൂവേഴ്സ് എന്നൊരു 400 സ്റ്റാറ്റസും സ്റ്റോറിയും കൂടെ കൂട്ടിയാൽ ഒരു 300-400 വ്യൂവേഴ്സ് ഇല്ലാത്ത ആരുമില്ല. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 40 ആള് വായിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ വായനക്കാരല്ലത്. 40 ആളുകൾ നമ്മളെ വരികൾ വായിക്കുന്ന പറഞ്ഞാൽ വലിയൊരു എണ്ണമാണ്. അപ്പൊ അത്രയും സാധ്യതകൾ ഇന്ന് എഴുതാണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്ത് +2 പഠിക്കുന്ന സമയത്താണ് ഒരു കവിത എഴുതി. അത് ആരോ അത് കവിത എഴുതിയിട്ട് മനസ്സിലായില്ല എന്നെന്തോ പറഞ്ഞ് ആളുകൾ, കൂടെ പഠിക്കുന്ന മറ്റ് കുട്ടികളാരോ കളിയാക്കി. അതോടെ എഴുത്ത് നിർത്തിയതാണ്. അന്ന് എഴുത്ത് നിർത്തിയതാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോഴും അതോടെ നിന്നു പോയത്, ഇപ്പോൾ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് തുടരാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇതുപോലെ നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ആരോ പറയുന്നത്, നീ ഇതെന്തിനാടാ എന്നോട് പറയുന്നതെന്ന് ചോദിക്കില്ല. അതുപോലുള്ള പല ആളുകളും എന്താണ് നമ്മളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്താ പറയുക, ആ രീതിയിൽ നമ്മൾ മൈൻഡ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ട്. നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. പല ആളുകൾ പല രീതിയിൽ പറയും. ചിലപ്പോൾ ഒരാളായിരിക്കും നല്ലത് പറയും, ചിലർ പിന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്യും, അതെടുത്ത് അങ്ങനെ പറയുന്നവരുണ്ട്. വേറെ ചിലരുണ്ട് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്യും, അത് സ്റ്റാറ്റസുകളിലിടും. ഓൻ എഴുതിയതാണല്ലോ, ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഒന്നും മനസ്സിലായി, ഞാൻ എന്നിട്ട് ചിലരോട് ചോദിക്കും, എനിക്ക് എന്താ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല, എഴുതിയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടുന്നവരുണ്ട്. അപ്പോൾ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമുക്കിത് വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കണം, നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. വായന വേണം, തീർച്ചയായിട്ടും വേണം. വായനയുണ്ട്. ഞാൻ എഴുതുന്ന സമയത്ത് എഴുത്ത് നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ മാറ്റി വെച്ചിട്ട് വായിക്കാനിരിക്കുകയാണ് ചെയ്യുക. വായിക്കാനിരിക്കുമ്പോൾ നമ്മൾ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് വായിക്കാൻ, അത് നിന്നു പോകാന്നുള്ളൊരു സംഗതി അതിൽ ഉണ്ടാവുന്നില്ല. വായനയിൽ നമുക്കിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാം. വായന വല്ലാത്തൊരു മെഡിറ്റേഷൻ ആണല്ലോ. നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ എല്ലാവരും അച്ചാറ് തൊട്ട് കൂട്ടുന്നത് പോലെ തൊട്ടടുത്ത് ഫോൺ ഉണ്ടാവും. പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് വായന മാത്രമേ പറ്റുള്ളൂ. വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് തുനിഞ്ഞു കഴിഞ്ഞാൽ അത് വായന ഡൈവേർട്ടായിരിക്കും, അത് ബ്രേക്ക് ചെയ്ത് പോകും, പറ്റുമല്ലോ. അപ്പോൾ വായനയ്ക്ക് മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത്. ഒരു വല്ലാത്തൊരു മെഡിറ്റേഷനാണ്. നമ്മൾ കുറച്ചുകൂടി സ്പിരിച്വലായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചകൻ മുഹമ്മദ് നബിയോട് ആദ്യമായിട്ട് ഒരു ദൈവ കൽപ്പന എന്ന് പറയുന്നത് നീ വായിക്കുക എന്നായിരുന്നു. അപ്പോൾ നമ്മളത് ഒന്ന് കുറച്ചും കൂടെ അതിനെ ആലോചിച്ച് കഴിഞ്ഞാൽ, മക്കയിലൊരു സാധാരണ കച്ചവടക്കാരനായിരുന്ന പ്രവാചകൻ മുഹമ്മദ് ആകുന്നത് ഈ വായനയിലൂടെയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് ഒരു പ്രവാചകനോളം അല്ലെങ്കിൽ ഒരു പ്രവാചകനെ പോലെ ആകുവാൻ വായന കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. അത് പുസ്തക വായന മാത്രമാവണമെന്നില്ല. നമ്മുടെ ചുറ്റുപാടിലുള്ള കാര്യങ്ങൾ കാണുന്നത്, അത് വായിച്ചെടുക്കുന്നത്, അത് മനസ്സിലാക്കുന്നത്, എല്ലാം ഇതിൽ കാര്യമുണ്ട്. അപ്പോൾ വായന കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ പുസ്തകം വായിക്കാൻ കഴിയാതെ ജോലി തിരക്കുകളുള്ള, അന്നുള്ള കാര്യങ്ങൾ ഓടിത്തീർക്കാനുള്ള ആളുകളുണ്ടാകും. അവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള വായന, കഴിയുന്ന വിധത്തിലുള്ള വായന, ആളുകളെ മനസ്സിലാക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു. വായന എന്നുള്ള ഒരു ബൃഹത്തായ അർത്ഥമുള്ളൊരു പദമാണല്ലോ. ആ രീതിയിൽ നമുക്കങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വായിക്കാൻ ശ്രമിക്കണം, എഴുതാനും ശ്രമിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രവാചകൻ വായിച്ചു തന്ന പ്രവാചകൻ അക്ഷരങ്ങൾ വായിക്കല്ല പലപ്പോഴും ചെയ്തിട്ടുള്ളത്,
അതിന്റെ വായന കുറച്ചും കൂടെ ബൃഹത്തും കുറച്ചും കൂടെ വൈഡുമായിരുന്നു. അതെ. അപ്പൊ ആ തരത്തിലൊക്കെ നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയണമെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ വായിക്കുന്നവരും എഴുതുന്നവരുമായി കൂടുതൽ ഉയരം കീഴടക്കാൻ ഫൈസലിനും അതേപോലെ തന്നെ ശ്രോതാക്കൾക്കും കഴിയട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിൻ്റെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.